MK ഹരിദാസ് ഒരു പരിഭവം പങ്കുവച്ചു ഇവിടെ. അത് ഹരിദാസിൻ്റെ പരിഭവം മാത്രമല്ല, പൊതുവെ കേരളത്തിലെ പൊതുസമൂഹം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. കേരളത്തിൽ ഇ ഡി അന്വേഷിക്കുന്ന കേസുകൾക്ക് എന്താണ് ഒരു പരിസമാപ്തി ഇല്ലാതെ പോകുന്നത്? ഇപ്പോൾ നോക്കൂ, സ്വർണ്ണക്കടത്ത് കേസ്, അതുപോലെ ഡോളക്കടത്ത് കേസ്, കരുവന്നൂർ സഹകരണ ബാങ്ക് കൊള്ള. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ചോദിച്ചു, ഇതിനൊരു അവസാനം വേണ്ടേ? ഇങ്ങനെ അന്വേഷണം എന്ന് പറഞ്ഞ് പോയാൽ മതിയോ? കേജ്രിവാളിൻ്റെ 9 തവണ സമൻസ് അയച്ചു, അവസാനം ഇ ഡി അങ്ങോട്ട് പോയി തൂക്കി. ഇപ്പോൾ ഇ ഡിയുടെ കസ്റ്റഡിയിലാണല്ലോ കേജ്രിവാളുള്ളത്. മാത്രമല്ല, ഹേമന്ത് സോറൻ്റെ അവസ്ഥ, ഒരുപാട് പേരെ ഇ ഡി ഓടിച്ചിട്ട് പിടിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ ഈ സ്വർണ്ണക്കടത്ത് കേസിലും അതുപോലെ ഡോളർ കടത്ത് കേസിലുമൊക്കെ മുഖ്യപ്രതിയായിട്ടുള്ള സ്വപ്ന സുരേഷ് തന്നെ പറഞ്ഞിട്ടുണ്ട്, അവരുടെ കൈവശം തെളിവുണ്ട്, ഇദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ട്, ഇദ്ദേഹമാണ് സൂത്രധാരൻ എന്ന് പലവരും പറഞ്ഞിട്ടും ഒരു മാനനഷ്ടത്തിനൊരു വക്കീൽ നോട്ടീസ് പോലും അയച്ചിട്ടില്ല പിണറായി വിജയനും കുടുംബവും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? എന്തുകൊണ്ട് ഇ ഡി അന്വേഷണത്തിന് ഒന്നും ഒരു ഫലപ്രാപ്തി ഉണ്ടാകുന്നില്ല എന്ന്? ഈ കരുവന്നൂർ സഹകരണ ബാങ്ക് കൊള്ള ആ കേസിൽ തന്നെ നോക്കൂ, ഇപ്പോൾ ഉള്ള മന്ത്രി പി രാജീവിൻ്റെ പങ്കാളിത്തത്തെക്കുറിച്ച് ഇ ഡി തന്നെ കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിലുണ്ട്. മൊയ്തീൻ്റെ എത്രയോ കോടിയുടെ സ്വത്ത് കണ്ടെത്തിയല്ലോ, എത്രയോ ലക്ഷത്തിൻ്റെ സ്വത്ത് കണ്ടെത്തി. പിന്നെ അവിടെ പ്രാദേശിക നേതാവായിട്ടുള്ള അനൂപ് ഡേവിസ് കാട, ഇവരുടെയൊക്കെ പങ്കാളിത്തം വ്യക്തമായിട്ടുണ്ട്. പക്ഷേ അന്വേഷണം അങ്ങോട്ട് പോകുന്നില്ല. എന്തുകൊണ്ട് എന്ന് സ്വാഭാവികമായി ജനങ്ങൾ ചോദിക്കുന്നു. ഇ ഡി എന്തുകൊണ്ട് കേരളത്തിൽ മെല്ലെപ്പോക്ക് നയം സ്വീകരിക്കുന്നത് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. ഞാനും പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഇതൊന്നും എവിടെയും എത്താത്തത്? അതുകൊണ്ടല്ലേ ഡോക്ടർ ജയരാജനെ പോലുള്ളവർ വരട്ടെ, ഇത് എവിടെ എത്തില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസം, അതിര് കടന്ന ആത്മവിശ്വാസം അവർക്കുണ്ട്. എന്തിനാണ് അങ്ങനെ ഒരു ആത്മവിശ്വാസത്തിന് വേദിയൊരുക്കി കൊടുക്കുന്നത്? ശ്രീ ശിവശങ്കർ. ശ്രീ അനിൽ, ഞാൻ താങ്കൾ ചോദിച്ച ചോദ്യത്തിന് കൂടിയുള്ള ഉത്തരം ഞാൻ നൽകാം. അദ്ദേഹം ആദ്യം സമയം ശരിയായില്ല, ഫ്ലിംസി ഗ്രൗണ്ട്, അന്വേഷണം ട്രാൻസ്പെറന്റ് അല്ല, അതുപോലെ തന്നെ എന്തുകൊണ്ട് റോ വരുന്നില്ല, 4 സ്വർണ്ണക്കടത്ത് കേസ് എന്താ എന്ന് ചോദിച്ചിട്ടുണ്ട്. 5 അന്വേഷണം നടക്കണം, പക്ഷേ മറ്റുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു. 6ാമതാണ് ഹരിദാസ് കരുവന്നൂർ വിഷയവും എന്തുകൊണ്ടാണ് നടക്കുന്നില്ല. ഇപ്പോൾ ബാക്കിയുള്ള അങ്ങ് ചോദിച്ച പോലെ കൺവെൻഷൻ റേറ്റും അതുപോലെ തന്നെ ഇ ഡി എന്തുകൊണ്ട് ഡിലേ ആവുന്നു എന്നുള്ള കാര്യം, ഈ 7 കാര്യങ്ങൾ ഞാൻ അക്കമിട്ട് പറയാം. എന്റെ സമയക്രമം അനുസരിച്ച് പറ്റാവുന്നത്ര ചുരുക്കി പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന്, ഇവരെ പറയുന്നത്, ഇപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു തുടങ്ങിയത്, ഈ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് അന്വേഷണം നടത്തിയത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ കേജ്രിവാളിനെ ആയാലും ഈ ഇ ഡിയുടെ ആയാലും SFIയുടെ ആയാലും അറസ്റ്റുകളും അന്വേഷണവും പാടില്ല എന്നാണ്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്ത് നടക്കുന്ന കേസുകൾ എക്കോ വരുന്നുണ്ടോ? ഒന്ന് കറക്റ്റ് ചെയ്തേക്ക്. കേസുകൾ അന്വേഷിക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അന്വേഷണം പാടില്ല എന്ന് ഉത്തരവ് കോടതിയുടേതായിട്ടോ ഭരണഘടനയിലോ ഉണ്ടോ? അതല്ലെങ്കിൽ ഈ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഭരണത്തിൽ വരുന്ന അധികാരികളുടെ ഉത്തരവ് മാത്രം നോക്കിക്കൊണ്ട് തങ്ങളുടെ അന്വേഷണം മാറ്റിവെക്കാമെന്നും, അങ്ങനെ ഭരണത്തിന് പൂർണ്ണമായി അല്ലെങ്കിൽ ഭരണാധികാരികൾക്ക് പൂർണ്ണമായി അടിയറവ് പറയുന്ന ഒരു അന്വേഷണ ഉദ്യോഗസ്ഥരെയും അന്വേഷണ രീതിയെയുമാണോ സംസ്ഥാനത്തെയും കേന്ദ്രത്തിലെയും ഈ ഭാരതത്തിലെയും ജനങ്ങൾ ആഗ്രഹിക്കുന്നതും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നതും? അതല്ലല്ലോ. ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ എപ്പോഴും, അത് തിരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിലായാലും അല്ലെങ്കിലും, അന്വേഷണത്തിന്റെ കാലഘട്ടത്തിൽ ഈ രാഷ്ട്രീയം ഇടപെടരുത് എന്നുള്ള ന്യായമാണ് സ്വാഭാവികമായിട്ടും ജനാധിപത്യത്തിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളും മുന്നോട്ട് വയ്ക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ അത്തരത്തിലുള്ള തീരുമാനമാണ് എടുക്കേണ്ടത്. അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് രംഗമാണ്. അങ്ങനെയാണെങ്കിൽ തിരഞ്ഞെടുപ്പ് രംഗത്തിൽ ഇത്തരത്തിൽ കള്ളപ്പണം ഏറ്റവും കൂടുതൽ വരുമ്പോൾ അത് പിടിക്കാൻ പറ്റില്ലല്ലോ. തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലാണല്ലോ ഏറ്റവും കൂടുതൽ കള്ളപ്പണം വരുന്നത്. കള്ളപ്പണത്തിന് പിടിക്കാറുമുണ്ട്. അപ്പൊ തിരഞ്ഞെടുപ്പ് കാലഘട്ടമാണ്, അത് ജനാധിപത്യം തകർക്കും എന്ന് പറഞ്ഞുകൊണ്ട് കള്ളപ്പണം മുഴുവൻ ഇലക്ഷൻ കമ്മീഷൻ പിടിക്കാതായാൽ എങ്ങനെയായിരിക്കും ഈ തിരഞ്ഞെടുപ്പ് നടക്കുക? അപ്പൊ അത് ഒരു ലോജിക്കല്ല, അത് ശരിയല്ല. അത് ഈ കാലഘട്ടത്തിലാണ് അന്വേഷണം വരേണ്ടത്. കാരണം ഇത്തരത്തിൽ 5 വർഷം കൊണ്ട് സമ്പാദിച്ച പണങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അന്വേഷണം യഥാർത്ഥത്തിൽ നടക്കേണ്ടത് ആ കാലഘട്ടത്തിലാണ് എന്നുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അന്വേഷണങ്ങൾ നിർത്തുകയല്ല, കള്ളപ്പണത്തിന്റെയും അതുപോലെ തന്നെ ഈ ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ അത് സംസ്ഥാനത്തെയും ആ തെരഞ്ഞെടുപ്പുകളെയും ബാധിക്കുമെങ്കിൽ അത് ആണ് മുന്നോട്ട് വെക്കേണ്ടത്, അത്തരം തെരഞ്ഞെടുപ്പുകളെയാണ് മുന്നോട്ട് വെക്കേണ്ടത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു.